കേരള കോൺഗ്രസ് നിയുക്ത എംഎൽഎമാരായ അപ്പു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം രൂപതാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. കോതമംഗലം രൂപതാ ബിഷപ്പ് ജോർജ് മഠത്തിക്കണ്ടത്തിലിനെയാണ് കണ്ടത്. ആലുവ മൂന്നാർ രാജപാത, വന്യമൃഗശല്യം തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന നിർദ്ദേശം ബിഷപ്പ് ഉന്നയിച്ചതായി ഇരുവരും പറഞ്ഞു. ഇന്നലെ വിജയിച്ച 7 എംഎൽഎമാരും പാർട്ടി ചെയർമാനെ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയതായിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് മോൻസ് ജോസഫിനെ പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുത്തു. തീർച്ചയായിട്ടും പാർട്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ പാർട്ടി ആവശ്യപ്പെടുന്നതാണ്. അത് UDFലും പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും തീരുമാനങ്ങൾ വരാനുള്ള കാര്യമില്ല. തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷേ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് കോതമംഗലം ബിഷപ്പുമായി അപ്പു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ റഫീഖ് നൽകും. റഫീഖ്, എന്തൊക്കെ വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി? ദിവ്യ, ഇന്ന് ഉച്ചക്ക് 1:15 അപ്പു ജോൺ ജോസഫും അതുപോലെ തന്നെ കോതമംഗലം MLA കൂടി ആയ ഷിബു തെക്കുംപുറവും ബിഷപ്പിനെ കാണാനെത്തിയത്. ബിഷപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ സന്തോഷം അറിയിക്കാൻ ബിഷപ്പിനെ കാണാൻ ഇരുവരും എത്തിയെങ്കിലും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തത്. പ്രധാനമായും ചർച്ച ചെയ്തത് മൂന്നാർ ആലുവ രാജപാതയുണ്ട്. ഈ രാജപാതയുടെ നിർമ്മാണം ഒരുപാട് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഹൈക്കോടതി കേസുകൾ അടക്കമുള്ള വിഷയങ്ങൾ ഇത് മുടങ്ങിക്കിടക്കുകയാണ്. ഈ രാജപാത നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ബിഷപ്പും അപ്പു ജോൺ ജോസഫ് നമ്മൾ ചർച്ചയിൽ വിഷയമായത്. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം, അതായത് കോതമംഗലം അടക്കമുള്ള പ്രദേശങ്ങളും ഇടുക്കിയിലെ പല ഭാഗങ്ങളും അനുഭവിക്കുന്ന വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടി വേണമെന്നും ബിഷപ്പ് ഇരുവരോടും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നും ഇരുവരും വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ UDF മന്ത്രിസഭയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വലിയ പ്രാതിനിധ്യത്തോടെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അപ്പു ജോൺ ജോസഫും അതുപോലെ തന്നെ ഷിബു തെക്കുംപുറവും പങ്കുവച്ചിട്ടുണ്ട്. ഷിബു തെക്കുംപുറം ആദ്യമായിട്ടാണ് MLA ആവുന്നത്. അപ്പു ജോൺ ജോസഫും ആദ്യമായിട്ടാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. റഫീഖാണ് വിശദാംശങ്ങൾ നൽകിയത്.